ഇന്ന് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത് ജീവശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന ചോദ്യമാണ്: ഭൂമിയിലെ ആദ്യ ജീവിക്ക് എന്ത് സംഭവിച്ചു? അത് ഇന്നും നിലനിൽക്കുന്നുണ്ടോ? ഭൂമിയിലെ ജീവൻ ഏകദേശം 3.5 മുതൽ 4 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഉത്ഭവിച്ചു. ആ ആദ്യ ജീവികൾ അത്യന്തം ലളിതമായ ഒറ്റകോശങ്ങളായ സൂക്ഷ്മജീവികളായിരുന്നു. അവയ്ക്ക് ന്യൂക്ലിയസ് ഇല്ലായിരുന്നു. ഇന്ന് നാം പ്രൊകാരിയോട്സ് എന്ന് വിളിക്കുന്ന വിഭാഗത്തിലായിരുന്നു അവ. ആ ആദ്യ ജീവൻ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഫോസിൽ മുഖേന അറിയാൻ കഴിയുന്നത് വളരെ പരിമിതമാണ്. പക്ഷേ ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിൽ കണ്ടെത്തിയ 3.5 ബില്യൺ വർഷം പഴക്കമുള്ള സ്ട്രോമറ്റലൈറ്റ്സ് എന്ന പാറഘടനകൾ സൂക്ഷ്മജീവികളുടെ സാന്നിധ്യത്തിന്റെ തെളിവാണ്. കൂടാതെ ഐസോടോപിക് കാർബൺ സിഗ്നേച്ചർ പഠനങ്ങൾ ജീവൻ അന്നേ നിലനിന്നിരുന്നുവെന്ന് കാണിക്കുന്നു. ഇപ്പോൾ പ്രധാന ചോദ്യം: ആ ആദ്യ ജീവൻ ഇന്നുമുണ്ടോ? ഇതിന് ഉത്തരം നേരിട്ട് അതെ അല്ലെങ്കിൽ ഇല്ല എന്നല്ല. കാരണം എവല്യൂഷൻ ഒരിക്കലും നിൽക്കാത്ത ഒരു പ്രക്രിയയാണ്. ആദ്യ ജീവികൾ രൂപപ്പെട്ട ശേഷം അവ പകർപ്പെടുക്കുകയും മ്യൂട്ടേഷനുകൾ സംഭവിക്കുകയും ചെയ്തു. ഓരോ തലമുറയും ചെറിയ ജനിതകമാറ്റങ്ങൾ അടങ്ങിയിരുന്നു. കോടിക്കണക്കിന് വർഷങ്ങളായി ഈ മാറ്റങ്ങൾ അടിഞ്ഞുകൂടി. അതായത് ഇന്നുള്ള ജീവികൾ നേരിട്ട് ആദ്യജീവി തന്നെയല്ല, പക്ഷേ അവ അതിന്റെ സന്തതികളാണ്. ഒരു ഉദാഹരണം ചിന്തിക്കൂ. നിങ്ങളുടെ കോടിക്കണക്കിന് തലമുറകൾക്ക് മുമ്പുള്ള പൂർവികനിന്നില്ല, പക്ഷേ നിങ്ങൾ അവന്റെ ജനറ്റിക് കണ്ടിന്യൂവേഷൻ ആണ്. അതുപോലെ തന്നെ ആദ്യജീവിയുടെ ഡയറക്റ്റ് ഡിസെൻഡൻസ് ഇന്നത്തെ എല്ലാ ജീവികളുമാണ്. ജീവശാസ്ത്രത്തിൽ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ എന്നൊരു ആശയമുണ്ട്. ചുരുക്കത്തിൽ ലൂക്കർ എന്ന് വിളിക്കുന്നു. ഇന്ന് ജീവിക്കുന്ന എല്ലാ ജീവികളും ഒരിക്കലുണ്ടായിരുന്ന ഒരു പൊതുപൂർവികനിൽ നിന്നാണ് വന്നതെന്ന് മോളിക്യൂലർ ബയോളജി തെളിയിക്കുന്നു. DNA, RNA, ജനറ്റിക് കോഡ്, റൈബോസോംസ് ഇവയുടെ അടിസ്ഥാനഘടന എല്ലായിടത്തും ഒരേ മാതൃകയിലാണ്. അതായത് എല്ലാ ജീവികൾക്കും ഒരു പൊതുവേരുണ്ട്. ലൂക്കർ ആദ്യജീവി തന്നെയായിരിക്കണമെന്നില്ല, പക്ഷേ അത് എല്ലാ ഇന്നത്തെ ജീവികളുടെ ഏറ്റവും അടുത്ത പൊതുപൂർവികനാണ്. ഇപ്പോൾ മറ്റൊരു പ്രധാന ചോദ്യം: ആ ആദ്യ രൂപത്തിലുള്ള ജീവി ഇന്നും അതേ രൂപത്തിലുണ്ടാകുമോ? സാധ്യത വളരെ കുറവാണ്. കാരണം ഭൂമിയിലെ പരിസ്ഥിതി വളരെ മാറി. ആദ്യകാല ഭൂമിയിൽ ഓക്സിജൻ ഇല്ലായിരുന്നു. ഗ്രേറ്റ് ഓക്സിജനേഷൻ ഇവന്റ് കഴിഞ്ഞ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉയർന്നു. അത് പല പുരാതന അനേറോബക് ജീവികളെ നശിപ്പിച്ചു. പക്ഷേ ചില അനേറോബക് ജീവികൾ ഇന്നും നിലനിൽക്കുന്നു. ഉദാഹരണത്തിന് ആഴക്കടൽ ചൂടുകുഴികളിൽ, ഓക്സിജൻ ഇല്ലാത്ത ചെളിത്തട്ടുകളിൽ, ഭൂഗർഭശിലാസന്ധികളിൽ ജീവിക്കുന്ന ചില ബാക്ടീരിയ, ആർക്കിയ വിഭാഗങ്ങൾ വളരെ പുരാതന വംശരേഖകളുടെ ഭാഗങ്ങളാണ്. ആർക്കിയ എന്ന വിഭാഗം പ്രത്യേകിച്ച് വളരെ പ്രാചീനമായ ലിനിയജ് ആണ്. ഇവ എക്സ്ട്രീം എൻവയറമെന്റുകളിൽ ജീവിക്കുന്നു: ഉയർന്ന ചൂട്, അമ്ലപരിസ്ഥിതി, ഉയർന്ന ഉപ്പുസാന്ദ്രത തുടങ്ങിയവയിൽ. അതായത് ആദ്യജീവി തന്നെയല്ലെങ്കിലും അതിന്റെ അടുത്ത തലമുറകളുടെ വംശാവലി ഇന്നും ജീവിക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം: എവല്യൂഷൻ ഒരു തുടർച്ചയായ ശൃംഖലയാണ്. ആദ്യജീവി എന്നത് ഒരു സിംഗിൾ മോമെന്റ് അല്ല, അത് ഒരു ഗ്രാജുവൽ കെമിക്കൽ ടു ബയോളജിക്കൽ ട്രാൻസിഷൻ ആയിരുന്നു. RNA വേൾഡ് ഹൈപ്പോത്തസിസ് പോലുള്ള സിദ്ധാന്തങ്ങൾ കാണിക്കുന്നത് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് മോളിക്യൂൾസ് ആദ്യം ഉണ്ടായിരിക്കാമെന്നാണ്. പിന്നീട് മെംബ്രെയിനുള്ള കോശങ്ങൾ രൂപപ്പെട്ടു. അതിനാൽ ആദ്യജീവിയുടെ യഥാർത്ഥ രൂപമിന്നില്ല, പക്ഷേ അതിന്റെ ജനറ്റിക് ലെഗസി ഇന്നുള്ള എല്ലാ ജീവികളിലും അടങ്ങിയിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും 3.5 ബില്യൺ വർഷം പഴക്കമുള്ള ഒരു തുടർച്ചയുടെ ഭാഗമാണ്. DNAയുടെ അടിസ്ഥാനഘടന അതേ തന്നെയാണ്. ജനറ്റിക് കോഡ് ഏകദേശം യൂണിവേഴ്സൽ ആണ്. അതായത് ആദ്യജീവി ഇല്ലാതായിട്ടില്ല, അത് മാറ്റം വരുത്തി വൈവിധ്യമാർന്ന രൂപങ്ങളായി പടർന്നു. ഒടുവിൽ സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിങ്ങനെ വികസിച്ചു. ഇന്നത്തെ എല്ലാ ജീവികളും ഭൂമിയിലെ ആദ്യജീവിയുടെ ദീർഘപരിണാമയാത്രയുടെ ജീവനുള്ള സാക്ഷികളാണ്. അതുകൊണ്ട് ചോദ്യം ആദ്യജീവി ഇപ്പോഴുമുണ്ടോ എന്നല്ല, ശരിയായ ചോദ്യം ആദ്യജീവിയുടെ തുടർച്ച ഇപ്പോഴുമുണ്ടോ എന്നതാണ്. അതിന് വ്യക്തമായ ഉത്തരം അതെ. നമ്മളെല്ലാം ആ ആദ്യജീവിയുടെ ജീവിച്ചിരിക്കുന്ന പാരമ്പര്യമാണ്.